ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് നയനയെ പുറത്തു കൊണ്ടു തള്ളുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത്, എന്നെ എന്തേ പുറത്തു കൊണ്ടുവന്നാക്കി, ഞാൻ എങ്ങോട്ട് പോകാനാണെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ എന്തൊരു കാര്യത്തിന് ഓടിച്ചെല്ലുന്നുണ്ടല്ലോ നിൻ്റെ വീട്, അങ്ങോട്ട് പോകാനായിട്ട് ആദർശ് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതും എൻ്റെ വീട് തന്നെയാണ്, ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ വീടെന്നാണ് എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടുന്ന് പോകത്തില്ല, പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുകൂടി നയന പറയുകയാണ്. അങ്ങനെ ആദർശ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പം നയന പറയുന്നത്, നല്ല മഴ വീണ്ടും ആദർശ് ഇട്ടാന്ന് പറയുകയാണ്. നീ നിൻ്റെ വീട്ടിലേക്ക് എങ്ങനെ വെച്ചാൽ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് വാതിലടച്ചിട്ട് ആദർശ് നേരെ അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ നയന മഴയും കൊണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് ആദർശ് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ കേട്ടില്ലേ ആദർശ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. അതിനർത്ഥം ഈ വീട്ടിലെ മുതിർന്നവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാണെന്നാണ്. അങ്ങനെ പറയുന്ന അവനോട് ഞാൻ എന്ത് പറയണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഈ വീട്ടിൽ നമ്മുടെ വാക്കിന് ഒരു വിലയും ഇല്ല എന്നാണ് നമ്മുടെ പേരക്കുട്ടികൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മുത്തശ്ശൻ വിഷമിച്ചിട്ട് മുത്തശ്ശിയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശ് റൂമിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നയനയാണെങ്കിൽ മഴയും നനഞ്ഞിട്ട് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയം അനി ഇതെല്ലാം മുകളിലെ ബാൽക്കണിയിൽ വന്ന് നിന്നിട്ട് കാണുകയാണ്. നയന മഴയും കൊണ്ടിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അനിക്കത് കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അനി നേരെ തന്നെ ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ ചെയ്തത് ഒരിക്കലും ശരിയായില്ല, ഏടത്തീനെ ഇങ്ങനെ മഴയത്ത് രാത്രി പുറത്ത് കൊണ്ടുപോയി നിർത്തണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അനി ഞാനല്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്, നീ ഇപ്പം എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണം, നീ പോവാനായിട്ട് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ റൂമിൽ വെച്ച് തീർക്കണമായിരുന്നു, അല്ലാതെ എല്ലാവരും മുമ്പിൽ വെച്ചല്ലായിരുന്നു തീർക്കേണ്ടത്. അതുമാത്രമല്ല, ഇപ്പോൾ ഏടത്തിയെ നിങ്ങൾ വീട്ടിൽ നിന്നും മഴയത്ത് പുറത്ത് നിർത്തിയിരിക്കുന്നു. ഏട്ടനറിയാലോ ഏട്ടത്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും പോകില്ല എന്നുള്ളൊരു കാര്യം കൂടി അനി പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എടാ അവൾ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ എൻ്റെ അമ്മയെ പറ്റിയെന്ന് പറയാണ്. ഓ, നിനക്ക് അതിന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ, നിൻ്റെ അമ്മയെ പറ്റിയല്ലല്ലോ പറഞ്ഞത്, എൻ്റെ അമ്മയെ പറ്റിയല്ലേ എന്ന് ആദർശ് പറയുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, എന്താ ഏട്ടാ അങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ അമ്മ നിൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഞാൻ വേർതിരിച്ച് കാണുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ, എല്ലാവരും ഞാൻ ഒരുപോലെ തന്നെയല്ലേ കണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. എനിക്കതല്ല, ഏടത്തി അവിടെ മഴയും കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ഏട്ടനോട് ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞത് എന്നും കൂടി പറയുകയാണ്. ഏട്ടൻ പോയി വിളിച്ചാൽ മാത്രമേ ഏടത്തി ഇനി വീട്ടിൻ്റെ അകത്തേക്ക് കയറി വരുള്ളൂ മഴയത്ത് നിന്നും എന്നും കൂടി പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഏട്ടത്തി തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീട് വിട്ട് പോവില്ലെന്ന് ഏട്ടനും എന്നെക്കാൾ നന്നായിട്ടും അറിയാം, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ അനിയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഏടത്തിയുടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാനായിട്ട് ആദർശ് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അത് എന്തായാലും ഏട്ടത്തി എൻ്റെ കൂടെ വരില്ല എന്നുള്ള കാര്യം ഏട്ടനറിയാം എന്ന് പറയാണ്. അങ്ങനെ എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല, അനി പോകൂ എന്ന് പറഞ്ഞിട്ട് അനിയെ ആ റൂമിൽ നിന്നും പുറത്താക്കിയാണ് ആദർശ്. പിന്നീട് ഇതെല്ലാം കണ്ടുകൊണ്ട് നവ്യ സന്തോഷിക്കുകയാണുള്ള റൂമിലിരുന്നിട്ട്. അപ്പം നയന മഴയും കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ നവ്യ. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം കർട്ടനൊക്കെ വലിച്ചിട്ടിട്ട് അവൾ നന്നായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ജലജി അബിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ കൊടുത്തിട്ട് സന്തോഷിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. മുത്തശ്ശിയും വിചാരിച്ചിട്ട് വരെ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും നന്നായി എന്നുള്ളൊരു കാര്യം അബിയും ജലജയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ജലജ, അവളെങ്ങനെ ഇറങ്ങി പോകുന്നൊന്നും തോന്നുന്നില്ല, കാരണം അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കാനാണ് സാധ്യത എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഒരു അവസരം മുതലെടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇനി ഇവളോട് നിൽക്കുന്നൊന്നുമില്ല അമ്മ, നമ്മൾ പോകുന്ന തോന്നുന്നതെന്ന് പറയുമ്പോൾ അത് നിനക്ക് തോന്നണതാണ്, അവൾ ഇവിടെ നിന്ന് പോവാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന പറയുകയാണ്. നമുക്ക് ഈ ഒരു അവസരം മുതലെടുക്കണം, എല്ലാ പത്രങ്ങളിലും ഇതൊരു വാർത്തയാക്കണം, കാരണം ഇത്രയും വലിയ അനന്തപുരിയിലെ MD ആയ ആദർശ് ആ ഒരു പെണ്ണാണെന്നുള്ളൊരു പരിഗണന പോലും നൽകാതെ അവൻ്റെ ഭാര്യയെ രാത്രി വീട്ടിൽ നിന്നും പുറത്താക്കി എന്നുള്ളൊരു ന്യൂസ് പത്രത്തിൽ വന്നാൽ എന്തായിരിക്കും? ആദർശിന് തല ഉയർത്തി നടക്കാനായിട്ട് സാധിക്കില്ല. അവൻ ഓഫീസിലേക്ക് പോവാതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടും. ആ സമയം മുതലെടുത്തിട്ട് എൻ്റെ മോൻ അവിടുത്തെ MD ആയിട്ട് മാറും, എല്ലാം നിൻ്റെ അധീനതയിലാവുമെന്ന് പറയണം. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അമ്മ ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ പിന്നില്ലാതെ അമ്മ ഇതെല്ലാം നടത്തുമെന്ന് ജലജ വാക്ക് കൊടുക്കുകയാണ് അബിക്ക്.
പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയിട്ട് ദേവയാനിയുടെ റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വായു അമ്മ അച്ഛൻ അകത്തോട്ട് കയറുന്നു പറഞ്ഞിട്ട് റൂമിലേക്ക് കയറ്റിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നീ നീയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഉണ്ടായത്. നീ പറഞ്ഞിരുന്നെങ്കിൽ ആദർശ് ഇതൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, ആരോടും എതിർത്ത് സംസാരിക്കരുത് എന്ന് നീ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാലമല്ല ഇതെന്നും കൂടി പറയുകയാണ്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദർശ് വന്നപ്പോൾ എല്ലാം ഒന്നും അവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ തീരുമാനം എടുത്തപ്പോൾ നിനക്കൊന്നും അവനെ തിരുത്താമായിരുന്നു എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൻ്റെ പേരിന് മാത്രമാണ് അവൾ ഭാര്യയും ഭർത്താവായിട്ടുള്ളൂ, അവർ ഒന്നിച്ച് ചേർന്നൊന്നും പോവില്ല. അപ്പോൾ ഇതുകൊണ്ട് അവൾ അങ്ങോട്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് ദേവയാനി പറയുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് അവർക്കിടയിലൊരു കാര്യമാണ്, അത് നീ അതിനിടയിൽ കൈ കടത്താനായിട്ടൊന്നും നിൽക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളുമെന്ന് പറയുകയാണ്. അതിനിടയിൽ നമ്മൾ കൈ കടത്തുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നും കൂടി പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അപ്പം ഞാൻ ചെയ്തതാണോ തെറ്റ്? അവരെന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ശരിയും തെറ്റൊന്നും തീരുമാനിക്കാനുള്ള ഒരു സമയമല്ല ഇത്. നിൻ്റെ മോൻ കെട്ടിയ താലി ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ കുട്ടി ഈ വീട്ടിലെ ഒരു മരുമകളും കൂടിയാണ്. ഈ പെരുമഴയത്ത് അവളെ പുറത്താക്കിയത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയാണ്. അതുമാത്രമല്ല, ആ നയനമ്മയുടെ കണ്ണീര് ഈ വീട്ടിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവനും അതിലെ ബാധിക്കുമെന്നും പറയുകയാണ്. അപ്പോൾ പിന്നെ നിന്നെ പറഞ്ഞുകൊണ്ടാണ് ആദർശിന് ഇത്രയധികം ദേഷ്യം വന്നത്. അതുകൊണ്ട് നീ തന്നെ പോയിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, എന്നിട്ട് ഈ പ്രശ്നം തീർക്കാനായിട്ടും ശ്രമിക്കണമെന്ന് പറയുകയാണ്. അതിന് നീ തന്നെ മുൻകൈ എടുക്കണമെന്ന് അച്ഛനും അമ്മയും പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, അച്ഛാ അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അവനോട് പറഞ്ഞാലും അവൻ കേൾക്കുമെന്ന് തോന്നുന്നില്ല, എന്നോട് ക്ഷമിക്കണം. ഈ കാര്യം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുതെന്ന് ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിയുടെ റൂമിൽ നിന്നും മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു പ്രതീക്ഷയൊക്കെ കൈവിട്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനി ഒരു കുടയുമായിട്ട് നമ്മുടെ നയനയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഏടത്തി ഇങ്ങനെ മഴയും നനഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ അവരെ കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതാണോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇത്ര വലിയ തെറ്റായിട്ട് തോന്നിയത് എന്നും കൂടി ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും മുമ്പിലും ഞാൻ തോറ്റ് പിന്മാറുമെന്ന് നിങ്ങൾ തോന്നണ്ട. എത്ര മഴയായാലും എൻ്റെ ജീവൻ തന്നെ ഇവിടെ കിടന്ന് പോവേണ്ട അവസ്ഥ വന്നാലും ഞാൻ എൻ്റെ ഭാഗത്ത് ശരി തെളിയിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അനി പറയുന്നുണ്ട്, എനിക്ക് ഏടത്തിനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാനായിട്ട് പറ്റില്ല, കാരണം ഏട്ടനാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ ഏട്ടത്തി മഴ കൊണ്ട് നനഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അനി പറയുന്നുണ്ട്. അപ്പം നീ പറയുന്നുണ്ട്, അപ്പോൾ അനിയനോട് പറയണേ, നീ എന്നെ സഹായിച്ച് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്നോടായിരിക്കും ഇവിടെയുള്ള എല്ലാവർക്കും ദേഷ്യം. എന്തിനാണ് എനിക്ക് വേണ്ടി നീ എല്ലാവരുടെ ദേഷ്യം പിടിച്ചു പറ്റുന്നത്? അതുകൊണ്ട് നീ അകത്തോട്ട് കയറിപ്പോൾ, എന്നെ സഹായിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ അനി വിളിക്കുകയാണ്, ഏടത്തി എന്ന് നീട്ടി വിളിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് ശരി എല്ലാവരും മനസ്സിലാക്കുന്നത് വരെ ഞാനിവിടെ തന്നെ നിൽക്കും. ആദർശ് എന്നെ തിരിച്ച് വിളിക്കുന്നത് വരെ ഞാനിവിടെ തന്നെ നിൽക്കും. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കി എന്നെ വിളിക്കുന്നവരെ ഞാനിവിടെ തന്നെ നിൽക്കും. അനിക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അനി അകത്തോട്ട് കയറിപ്പോകണമെന്ന് നമ്മുടെ നയന അനിയോട് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏടത്തി അതൊക്കെ ശരി, അറ്റ്ലീസ്റ്റ് ഈ കൊടയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കുന്ന പറയാണ്. വേണ്ട അനി, എനിക്കിതൊന്നും വേണ്ട. ഈ മഴയൊക്കെ ഇതിനേക്കാളും വലിയ മഴയൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറ്റാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് എന്നോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അനി അകത്തോട്ട് കയറിപ്പോകൂ എന്ന് പറയുകയാണ്. ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന് തെളിയിക്കുന്നവരെ എൻ്റെ ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹായിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അനി എൻ്റെ അടുത്തേക്ക് വരരുത് എന്നുകൊണ്ട് പറഞ്ഞിട്ട് അനിയെ അകത്തോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നയനയുടെ ആ ഒരു പോരാട്ടം കാണിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൻ്റെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെയ്ക്കും ബായ്.